അപ്പോൾ നമ്മൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നന്നായിട്ട് എണ്ണയൊക്കെ ഒഴിച്ചത് നമ്മൾ ചൂടാകാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും പറയും എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ അതിൽ കടുകിടാവുള്ളൂ അല്ലെങ്കിൽ ഉള്ളി ഇടാവുള്ളൂ എന്നൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിവിടെ എണ്ണയെല്ലാം നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയുണ്ട്, ഒരു 3-4 സവോള എടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സവോള നമ്മളെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി അതിനെ മിക്സ് ചെയ്ത് നമ്മൾ എണ്ണയോട് ചേർന്ന് എണ്ണ ഈ സവോള ഒന്ന് ജസ്റ്റ് ആകുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് സവോളയൊക്കെ വേകാനായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടണമെങ്കിൽ നമ്മളതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്ന്. അപ്പം അങ്ങനെ നമ്മൾ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇത് വഴലാനായിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. മിക്സ് ചെയ്ത് വെക്കണ സാധനം ഇത് മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും കൂടി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെക്കണം. അത് സൈഡിൽ ക്രഷ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ചെയ്യേണ്ടത്. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഒന്ന് ഒതുക്കി അങ്ങ് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഇഞ്ചിയും പച്ചമുളകും കൂടി ക്രഷ് ചെയ്ത സാധനം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ അതും കൂടി ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി നന്നായിട്ട് വെച്ചിട്ട് വേണം നമുക്ക് ഇത് ഒന്ന് വഴലാനായിട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് വെച്ചാലുണ്ടല്ലോ ഭയങ്കര ഒരു തണുത്ത കാറ്റുള്ളൊരു ക്ലൈമറ്റാണ്. നമുക്ക് പണിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, മടിയൊക്കെ പിടിച്ചിട്ട് നമ്മളിരിക്കുന്ന ഒരു സമയം പോലെ. അപ്പം ഞാൻ ആ പച്ചമുളക് ചേർത്ത് വിട്ടു ആ കൂട്ടത്തിൽ. അത് പറയാനിടയ്ക്ക് വിട്ടുപോയതെന്ന് പറഞ്ഞല്ല, ഞാൻ ആദ്യം അത് പറഞ്ഞുകൊണ്ട് അത് പിന്നെ പറയാതിരുന്നത്. അപ്പോൾ ഈ ക്ലൈമറ്റിൻ്റെ ഇടയ്ക്കാണ് മടി പിടിച്ചിരുന്ന സമയത്താണ് ഞാൻ എന്ത് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ ഉണ്ടാക്കിയതാണിത്. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ ഇപ്പോൾ പിന്നെയും ഞാൻ റിപ്പീറ്റ് ചെയ്ത് നസീനെ ഓർക്കുന്നുണ്ട് ഞാൻ ഇത് അവരുടെ വീട്ടിൽ പോയി കഴിച്ചത്. അപ്പോൾ നമ്മൾ ഇതിന് പിന്നെ ആഡ് ചെയ്യാനുള്ള വെച്ചാൽ മല്ലിയിലയാണ്. മല്ലിയില നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. മല്ലിയില എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മല്ലിയില അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. എൻ്റെ വീട്ടിലൊന്നും ആർക്കും അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല മല്ലിയില. പക്ഷേ എനിക്ക് ഇറച്ചിക്കറി, മുട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം മല്ലിയില ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഞാൻ ചേർക്കാറുണ്ട് മല്ലിയില. പിന്നെ നമുക്കിവിടെ മല്ലിയില 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കെട്ട് മല്ലിയില അങ്ങനെ കിട്ടും. അതുകൊണ്ട് ഭയങ്കര ലാഭമാണ്. അപ്പോൾ മല്ലിയില ഞാൻ അതിലേക്ക് നന്നായിട്ട് ചേർത്ത് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് വേകാൻ വെക്കണം. എന്നിട്ട് ഒരു മുട്ട നമ്മൾ വേകാൻ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ വേറൊരു പാത്രത്തിൽ നമ്മൾ 2 മുട്ട എടുത്ത് കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ബാറ്റർ പോലെ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് പാലെടുത്തിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പാലും മുട്ടയും കുരുമുളക് പൊടിയും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒരു ബാറ്റർ പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സൈഡിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് സൈഡിൽ വെച്ചതിന് ശേഷം ഞങ്ങൾ മീഷോ എന്നൊരു പാത്രം മേടിച്ചായിരുന്നു. അത് സാൻഡ്വിച്ച് മേക്കർ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല എന്ന് പറയാം. ബ്രെഡൊക്കെ ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കത്തക്ക രീതിയിൽ. നിങ്ങളെന്താ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കും. അപ്പോൾ ഇതിൽ ഞാൻ എന്താ വെച്ചാൽ കുറച്ച് ബട്ടർ തേച്ചിട്ട് അതൊന്ന് ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് നമ്മുടെ കയ്യിലാകെ ബ്രെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ബ്രെഡ് നമ്മൾ ഈ ബാറ്ററിൽ മുക്കി നന്നായിട്ട് അതൊന്ന് വെറ്റായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഗ്രേവി സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഈ ഗ്രേവി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന എഗ് പപ്സ് ഓർമ്മ വരും ഈ ഗ്രേവി കാണുമ്പം. കാരണം എഗ് പപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഈ ഗ്രേവി നമ്മൾ ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ബ്രെഡിൻ്റെ 2 കോണയിലും നമ്മൾ ഓരോരോ മുട്ടയുടെ പീസ് വെച്ച് ഇത് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഞാൻ ആ ബ്രെഡിൽ ഓരോ മുട്ട എടുത്ത് വെച്ച് വേറൊരു ബ്രെഡ് കൊണ്ട് ഈ ബാറ്റർ രണ്ടാമത് മുക്കി നമ്മൾ ഈ ബ്രെഡിൻ്റെ മുകളിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം നന്നായിട്ട് ക്ലോസ് ആയി പോകും. നന്നായിട്ട് പ്രസ് ചെയ്തത് ഇങ്ങനെ കൂടിച്ചേർന്നിരുന്നോളും. ഈ കൂടിച്ചേർന്നിരിക്കുന്ന സാധനത്തിന് ഈ ബ്രെഡിനെ നമ്മൾ സാൻഡ്വിച്ച് മേക്കർ അല്ലെങ്കിൽ ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന സാധനത്തിൻ്റെ അകത്ത് വെച്ചിട്ട് ചൂടാക്കുമ്പം ഈ മുട്ടയും അങ്ങനെ സാധനങ്ങളെല്ലാം കൂടി ചേർന്ന് നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് ഈ രീതിയിൽ നമുക്ക് കിട്ടും. ഇതാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന സാൻഡ്വിച്ച് അല്ലെങ്കിൽ ബ്രെഡ് നിറച്ചത്. നിങ്ങളിതിനെന്താ പറയുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.